ഇന്ദ്രേട്ടൻ ഇങ്ങനെ വിഷമിക്കാതെ. എല്ലാം ശരിയാവും. എങ്ങനെ ശരിയാവനാനോ? അച്ഛനിലൂടെയെങ്കിലും ആ വീടുമായിട്ട് എനിക്ക് ബന്ധമുണ്ടല്ലോ എന്നുള്ള സമാധാനത്തിലായിരുന്നു ഞാൻ. ഇപ്പോ അതും ഇല്ലാതായി പോയില്ലേ? ആരുമില്ലാത്ത അനാഥനായി പോയില്ല ഞാൻ. ആരും ഇല്ലെന്നോ? അപ്പൊ പിന്നെ ഞാനും മോനോ? ഞങ്ങൾ ഇന്ദ്രേട്ടന്റെ സ്വന്തം അല്ലേ? ഈ ഭൂമിയിൽ ഇപ്പൊ എനിക്ക് സ്വന്തമെന്ന് പറയാൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ. ഇന്ദ്രേട്ടാ, ഞാനൊരു കാര്യം പറയട്ടെ. നമുക്ക് ഇന്ദ്രേട്ടന്റെ അച്ഛനെ ഒന്ന് കണ്ടെത്താൻ ശ്രമിച്ചാലോ? 17 വർഷം മുമ്പേ എങ്ങോട്ടോ പോയ ആളെ നമ്മൾ എവിടെ പോയി കണ്ടുപിടിക്കും? ഇപ്പോ ജീവിച്ചിരിപ്പുണ്ടോന്ന് പോലും അറിയില്ല. അങ്ങനെ നിരാശപ്പെടേണ്ട കാര്യമൊന്നുമില്ല. നമുക്കൊന്ന് അന്വേഷിക്കാം. പിന്നെ ഇന്നത്തെ കാലത്ത് ഒരാളെ കണ്ടുപിടിക്കാൻ അത്രയ്ക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. കണ്ടെത്തിക്കൊണ്ടുവരുമ്പോ അച്ഛന് പറയാനുള്ളത് അമ്മ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണെങ്കിൽ കഴിഞ്ഞില്ലേനോ? അങ്ങനെയൊന്നും ആവില്ല, അതെനിക്ക് ഉറപ്പുണ്ട്. പിന്നെ സത്യം എന്ത് തന്നെ ആയാലും സത്യനും സോനയൊക്കെ ഇന്ദ്രേട്ടനെ സ്വന്തം ഏട്ടനായി തന്നെ കണ്ട് സ്നേഹിക്കുന്നില്ലേ? അതെല്ലാ കാലവും അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്തു തന്നെയായാലും ഞാനിനി ആ വീട്ടിലേക്കില്ല. സ്വന്തമെന്ന് കരുതെടുത്ത് ഒരവകാശമില്ലാതെ പോയി നിൽക്കാൻ എനിക്ക് വയ്യാനോ? ഇന്ദ്രേട്ടന്റെ എല്ലാ തീരുമാനത്തിനൊപ്പം ഞാനുണ്ടാവും. ഇന്ദ്രേട്ടൻ എവിടെയാണോ നിൽക്കുന്നത് അവിടെയാണ് എനിക്ക് സന്തോഷം. ആ വീടായിരിക്കും എന്റെയും വീട്. ഇനി നീയും നമ്മുടെ കുഞ്ഞും മാത്രമുള്ള ചെറിയൊരു ജീവിതം മതി എനിക്ക്. ഇത്രയും നാള് എല്ലാവർക്കും വേണ്ടി ജീവിച്ചു. അവസാനം ആരുമില്ലാത്തവനായി. ശരിക്കും ഒരു അനാഥൻ. നീ എന്തിനാ മോനെ വിഷമിക്കുന്നത്? നിന്റെ കൂടെ അനുവും മോനും ഇല്ലേ? ഇനി നീ ജീവിക്കേണ്ടത് ഇവർക്ക് വേണ്ടിയാ. അറിയാം ഭാനുമ്മേ. അതാ എന്റെയും തീരുമാനം. ശരി മോളെ, ഞാൻ ചായ എടുത്തോണ്ട് വരാം.